അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജ്റ അനുഭവങ്ങളാണ് നാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹിജ്റ അനുഭവങ്ങളിൽ ഒരുപാട് വേദനയുള്ള വിഷമമുള്ള രംഗങ്ങളാണ് നമ്മൾ പറഞ്ഞതെല്ലാം. കൂട്ടത്തിൽ വളരെ അഭിമാനം തോന്നുന്ന ഹിജ്റ യാത്രകളും ഉണ്ടായിരുന്നു. അതും പറയാം, അതും നമുക്ക് പഠിക്കാനുള്ള പാഠമാണ്. ധൈര്യസമേതം എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോവുകയാണ്, ആർക്കാണ് തടയാൻ കഴിയുക എന്ന് ചോദിച്ച് ധീരതയോടുകൂടെ ഹിജ്റയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളുമുണ്ടായിരുന്നു. ആരായിരിക്കുമെന്ന് ഇത്രയും പറഞ്ഞപ്പോഴേക്ക് നമുക്ക് ഊഹിക്കാൻ കഴിയും. അത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവും വേറെ രണ്ടാൾക്കാരും തലേന്ന് തീരുമാനിച്ചു, നമുക്ക് നാളെ പോകാം. അപ്പോൾ മറ്റ് രണ്ടാൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്ന് അയ്യാഷ് ബിൻ അബൂ റബീഅ ആയിരുന്നു, ഒന്ന് ഹിഷാം ബിനുൽ ആസ് ആയിരുന്നു. അയ്യാഷും ഹിഷാമും മൂന്ന് പേരും തലേന്ന് തീരുമാനിച്ചു, നാളെ നമുക്ക് മൂന്ന് പേർക്കും ധൈര്യസമേതം ഹിജ്റ പോകാം. മൂന്ന് പേരും പോവുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു യാത്രാപരമായ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കൾച്ചർ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞിരുന്നത് അള്ളാത്തു ബനി ഗിഫാർ, അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ബനു ഗിഫാർ ഗോത്രക്കാരുടെ ഒരു വിശ്രമ സ്ഥലമാണ്. അവരുടെ വീടൊക്കെയുള്ള, അവരുടെ സെറ്റിൽമെൻ്റൊക്കെയുള്ള ആ പ്രദേശത്തുള്ള ഒരു വിശ്രമ സ്ഥലമാണ്. അത് ഏകദേശം മക്കയിൽ നിന്നൊരു 10 മൈൽ അകലെയുള്ളൊരു സ്ഥലമാണ്. അപ്പം മൂന്ന് പേരും തീരുമാനിച്ചത് നാളെ രാവിലെ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ സൗകര്യങ്ങൾ എന്താണോ അവിടെ നിന്ന് പുറപ്പെടുക. എന്നിട്ട് ഈ പറഞ്ഞ ബനു ഗിഫാർ ഗോത്രക്കാരുടെ അള്ളാത്തിലെത്തുക. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഒന്നിച്ച് പോകാം. അതായിരുന്നു തീരുമാനം. ആ തീരുമാനം അനുസരിച്ചവർ പിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ വന്നു നോക്കുമ്പോൾ ഹിഷാമിനെ കാണാനില്ല. കാരണം ഹിഷാമിൻ്റെ കുടുംബം എങ്ങനെയോ ഈ വാർത്ത അറിഞ്ഞിരുന്നു. ചെറിയ ചെറിയ ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ ഒരുക്കങ്ങളിൽ നിന്ന് മനസ്സിലായി, അതിൽ പിടിച്ചു തൂങ്ങി നിന്ന് അവർ ഹിഷാമിനെ തടഞ്ഞു വെച്ചു, പോകാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞവരിൽ ഒരാൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ തന്നെ ഒഴിവായി. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഒരേ ഒരാളാണ്, അയ്യാഷ്. അദ്ദേഹം പോകാനുള്ള ഒരുക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പക്ഷേ അയ്യാഷിനെ പോലെയല്ല പോകാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം നേരെ ചൊവ്വേ യാത്രയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം വാളെടുത്ത് തൻ്റെ ഉറയിലിട്ട് അരയിൽ തൂക്കി. മാത്രമല്ല, ഒരു തോളിൽ തൻ്റെ അമ്പും ഒപ്പം തന്നെ തൻ്റെ വില്ലുകളും വെച്ചു. അതായത് അന്നത്തെ ഒരു അറബി സ്വീകരിക്കുന്ന എല്ലാവിധ സുരക്ഷാ ആയുധങ്ങളും അതെല്ലാം അണിഞ്ഞു അദ്ദേഹം. എന്നിട്ട് നേരെ കഅബാലയത്തിനടുത്തേക്ക് ചെന്നു. ആദ്യം തവാഫ് ചെയ്തു. 7 പ്രാവശ്യം തവാഫ് ചെയ്തതിന് ശേഷം അദ്ദേഹം നേരെ മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിലേക്ക് വന്നു. അവിടെ വെച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്കും അല്ലെങ്കിൽ തന്നെ പ്രധാനികളെല്ലാം കഅബാലയത്തിൻ്റെ ഒരു വെളിപ്പാടകലെയാണ് ഇങ്ങനെ അവരുടെ ചാരുമഞ്ചങ്ങളിൽ ചാരിക്കിടക്കാറുള്ളത്. അത് അറബികൾക്ക്, പ്രത്യേകിച്ചും മക്കയിലെ അക്കാലത്തെ അറബികളുടെ ഒരു ശീലമാണ്. ആയതുകൊണ്ട് മാത്രമല്ല, പലരും ഈ വാർത്ത കണ്ട് കേട്ട് അവിടെ എത്തുകയും ചെയ്തിരുന്നു. അവിടെ ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടു. അതിൽ വലിയ വമ്പന്മാരൊക്കെ ഉണ്ട്. അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചു പറഞ്ഞു, ഷാഹത്തിൽ വുജൂഹ്, കുട്ടികളെ അനാഥരാക്കണമെന്നാഗ്രഹിക്കുന്നവർ, ഭാര്യമാരെ വിധവകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സ്വന്തം ഉമ്മമാരെ അനാഥകളാക്കണം
എന്നുദ്ദേശിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ ഫൽയഖ്റുജ് ഇലൽ വാദി, ഈ ഹറം ഷരീഫിൻ്റെ തൊട്ടു ചേർന്ന് കിടക്കുന്ന വാദിയിലേക്ക് ഇറങ്ങട്ടെ. ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, എന്നെ തടയാൻ ആർക്കെങ്കിലും ധൈര്യമുള്ളവരുണ്ട് എങ്കിൽ അവൻ പുറത്തു വരട്ടെ എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പക്ഷേ ഉമറിൻ്റേതാണ് ശബ്ദം. അതിൻ്റെ മുമ്പിൽ ഉറക്കെ ശ്വസിക്കാൻ പോലും മക്കായിലെ ജനങ്ങൾക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആരും തടഞ്ഞില്ല. അദ്ദേഹം നിശ്ചയിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അടുത്തെത്തി, വാഹനത്തിൽ കയറി അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അയ്യാഷിനെ കണ്ടു. അയ്യാഷ് ഒരുക്കത്തിലാണ്. അയ്യാഷ് യാത്രയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പുറപ്പെടാനിരിക്കുകയാണ്. ആ സമയത്താണ് അവിടേക്ക് രണ്ടാൾക്കാർ വന്നത്. ഒന്ന് അബൂജഹലായിരുന്നു, രണ്ടാമത്തേത് അബൂജഹലിൻ്റെ ഒരു അർദ്ധ സഹോദരനുമായിരുന്നു. അവർ രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു, അയ്യാഷ്, നീ മുഹമ്മദിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീ ഒരു കാര്യം കേൾക്കണം. നിൻ്റെ ഉമ്മ ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, നിന്നെ കാണാതെ താനിനി മുടി ചീകുകയില്ല എന്ന്. നിന്നെ കാണാതെ ഞാനിനി വെയിലത്ത് നിന്ന് തണലിലേക്ക് കയറുകയില്ല എന്ന്. അത് നീ അറിഞ്ഞിട്ടുണ്ടോ? നീ പോകുന്നതറിഞ്ഞ് അത്യന്തം മാനസികമായ മനോവേദനയോടുകൂടെ നിൻ്റെ ഉമ്മ ഇങ്ങനെ ഒരു പ്രതിജ്ഞ കൈക്കൊണ്ടിട്ടുണ്ട്. നിൻ്റെ ഉമ്മയെ നിനക്ക് യാതൊരു വിലയുമില്ലെങ്കിൽ നിനക്ക് പോകാം. അബൂജഹൽ പറഞ്ഞു. അബൂജഹൽ എന്ന് പറയുന്ന ആള്, അയാളുടെ ബുദ്ധി സാമർഥ്യമാണത് കാണിക്കുന്നത്. കാരണം അയാൾക്കറിയാം അയ്യാഷിനോട് എന്ത് പ്രസംഗം ചെയ്തിട്ടും കാര്യമില്ല, ആരെക്കുറിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊന്നും അയ്യാഷിൻ്റെ മനസ്സിനെ മഥിക്കുകയില്ല. അയ്യാഷിൻ്റെ മനസ്സ് ഇളകണമെന്നുണ്ടെങ്കിൽ സ്വന്തം ഉമ്മയെക്കുറിച്ച് പറയണം. കാരണം ഉമ്മയോട് അത്രമാത്രം ബഹുമാനമാണ്, സ്നേഹമാണ് അയ്യാഷിന്. അപ്പോൾ അത് കേട്ടപ്പോൾ അയ്യാഷ് ഉമർ റളിയല്ലാഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അയ്യാഷ്, ഇളകരുത്, ഇതൊരു പരീക്ഷണമാണ്, അവർ നിന്നെ ചതിക്കുകയാണ്, കരുതിയിരിക്കുക. അപ്പോൾ അബൂജഹൽ വീണ്ടും പറഞ്ഞു, അയ്യാഷ്, നിന്റെ ഉമ്മ സത്യം ചെയ്താൽ അത് സത്യമാണ്. നിന്റെ ഉമ്മ വെയിലത്ത് കിടന്ന് മരിക്കണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ചോദിച്ചപ്പോൾ അയ്യാഷിൻ്റെ മനസ്സ് വീണ്ടും ഇളകി. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.